എല്ലാവർക്കും നമസ്കാരം. ആദംസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് സിനിമയിലേക്ക് കടന്നു വരാം. സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ കടന്നു വരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് സിനിമയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്? സിനിമയിൽ പ്രൊഡക്ഷൻ മുതൽ ഡയറക്ടർ വരെയുള്ള ഒരു നീണ്ട നിര പ്രവർത്തിക്കുന്നതാണ് സിനിമ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ടെക്നീഷ്യന്മാരായിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിന് കഴിവും വേണം. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഈ സാങ്കേതികമായിട്ടുള്ള അറിവിന് വേണ്ടിയിട്ട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പ്രധാനമായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി നമുക്ക് ഏത് മേഖലയാണോ ഇഷ്ടം അതുവഴി നമുക്ക് പഠിച്ചിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. എന്നാൽ സാധാരണ ഷോർട്ട് ടേം കോഴ്സുകളായ 6 മാസത്തെ കോഴ്സും 1 വർഷത്തെ കോഴ്സും 2 വർഷത്തെ കോഴ്സുകളുമൊക്കെ ഇന്ന് കേരളത്തിന് പുറത്തുമൊക്കെ ഒത്തിരി സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അവിടെയുമൊക്കെ നമുക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം പഠിച്ചിരുന്നാലും എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മൾ പഠിക്കുകയും ഇപ്പോൾ നമുക്കിഷ്ടമുള്ള വിഷയം നമുക്ക് പഠിക്കാം. നമുക്ക് ക്യാമറയാണെന്നുണ്ടെങ്കിൽ ക്യാമറ പഠിക്കാം, എഡിറ്റിംഗ് ആണ് ഇഷ്ടമെങ്കിൽ എഡിറ്റിംഗ് പഠിക്കാം, ഡയറക്ഷൻ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഏത് മേഖല വേണമെങ്കിലും നമുക്ക് പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ സിനിമകൾ സെറ്റിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ഏജ് കഴിഞ്ഞവർക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുവാനുള്ള അവസരങ്ങൾ പിന്നെ കിട്ടാറില്ല. അപ്പോൾ ഏകദേശം ഒരു 10, 25, 30 വയസ്സൊക്കെ ആയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25, 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കും ഈ സിനിമയിൽ എക്സ്പീരിയൻസിലൂടെ കഴിവ് തെളിയിക്കുവാനായിട്ട് സാധിക്കും. അപ്പം അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ എഡിറ്റ് പഠിക്കുവാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏജും കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മേഖലയുമായിട്ട് പരിചയമുള്ള, അല്ലെങ്കിൽ ഈ മേഖല പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച് അവരോട് നമ്മൾ കാര്യം പറയുക. അപ്പോൾ നമുക്ക് ഇന്ന ഒരു മേഖല നമുക്ക് ഇഷ്ടമുണ്ട്, അപ്പോൾ അതിലുള്ള ആരെങ്കിലും പരിചയപ്പെടുത്തി തരണം. അപ്പോൾ അങ്ങനെ നമുക്ക് പല ബന്ധങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഈ സെറ്റുകൾ നമുക്ക് സന്ദർശിച്ചും അങ്ങനെ ബന്ധം പുതുക്കി നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ അവരോട് ആവശ്യപ്പെടേണ്ടത് നമുക്കിങ്ങനെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റായിട്ടോ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ട് മനസ്സിലാക്കി പിന്നെ നമുക്കതിലോട്ട് കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെ മാത്രമേ ഇത് ആകുകയുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം വന്നിട്ട് നമുക്ക് അടുത്ത ദിവസം മുതൽ ശമ്പളം കിട്ടി തുടങ്ങണം, പൈസ കിട്ടി തുടങ്ങണം, നമുക്കത് പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ്. നമുക്ക് വർക്ക് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ അസിസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലും സെയിം ഇത് തന്നെയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടും, കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മൾ പഠിക്കുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള നിരന്തരം ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് ഇതിനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിലും, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലോട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഈ സിനിമ സെറ്റുകൾ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമായിട്ട് സംസാരിച്ച് നമ്മളവിടെ പോയാലേ നമ്മളവിടെ നിർത്തത്തുള്ളൂ. നമ്മൾ സെറ്റിൽ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും, ഏതൊക്കെ ഇതിനകത്ത് മേഖലകളുണ്ടെന്നും, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സെറ്റുകളിൽ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാം, ക്യാമറയിൽ വർക്ക് ചെയ്യാം, ലൈറ്റ് യൂണിറ്റിൽ വർക്ക് ചെയ്യാം, എഡിറ്റിൽ വർക്ക് ചെയ്യാം, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാം,
സൗണ്ട് ഡിസൈനറായിട്ട്, സൗണ്ട് എഡിറ്ററായിട്ട്, ഡയലോഗ് എഡിറ്ററായിട്ട്, സൗണ്ട് മിക്സിംഗ് ആയിട്ട്, പിന്നെ ക്യാമറ അസിസ്റ്റൻ്റ് ഞാൻ പറഞ്ഞു, ആർട്ട് വർക്കുണ്ട്, ആർട്ട് ഡയറക്ടറായിട്ട്, ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം, പിന്നെ ഡയറക്ടർ, അസിസ്റ്റൻ്റ് ഡയറക്ടർ, പിന്നെ മ്യൂസിക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുണ്ട്, പിന്നെ റൈറ്ററുണ്ട്, ഗ്രാഫിക്സ് ഡിസൈനേഴ്സ്, സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ, പിന്നെ സൗണ്ടിൻ്റെ ഫോളി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒത്തിരി മേഖലകൾ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാം കിട്ടണമെന്നില്ല. നമ്മുടെ നിരന്തരമായിട്ടുള്ള ശ്രമവും നമ്മുടെ ആത്മാർത്ഥതയും പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന വർക്കുകളും. അതിനനുസരിച്ച് തന്നെ വേണം നമ്മളിതിനകത്ത് പ്രവർത്തിക്കുവാനും. എങ്ങനെ നമുക്കിതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സാധ്യതകളുണ്ടാകും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞിരുന്നാലും നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് കുറേ വർക്കുകൾ നമ്മളിങ്ങനെ ചെയ്ത് മാത്രമേ നമുക്കൊരു നല്ലൊരു ടെക്നീഷ്യൻ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ക്യാമറ പഠിച്ചു. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അവരാദ്യം നോക്കുന്നത് നിങ്ങളെ ക്വാളിഫൈഡ് ആണോ എന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കമ്പനികളിൽ എഡിറ്റർമാർ ആവശ്യമുണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട്, ക്യാമറാമാനിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള അറിവ് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റാണ് ആവശ്യം. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്കവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്കവിടെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അതിനെ പഠിക്കുക. പഠിച്ച് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതിനുശേഷം നമ്മൾ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങൾക്കാണ് സിനിമ ആവശ്യമുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അവസരങ്ങൾ നിങ്ങളെ തേടി വരികയുള്ളൂ. ആദ്യം നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. നമുക്കെന്ത് അവസരം കിട്ടും? നിങ്ങൾക്ക് അഭിനയിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കാണുക, ഡയറക്ടേഴ്സിനെ കാണുക, പ്രൊഡ്യൂസേഴ്സിനെ കാണുക. അപ്പോൾ അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ശ്രമത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആംബിഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഒരിക്കലും നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരില്ല. നിങ്ങളുടെ ആഗ്രഹം വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എങ്ങനെയാണ് സിനിമ നിർമ്മിക്കുന്നതും സിനിമയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.